ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യോഗയെക്കുറിച്ചാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ യോഗയെക്കുറിച്ചായിരിക്കില്ല. ഇത് വെറും എക്സസൈസോ ശരീരം വളയ്ക്കുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല. മറിച്ച് പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിനെക്കുറിച്ചുള്ളൊരു സയൻസ് ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതെ, അതാണ് വിഷയം. ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ. യോഗ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ചിത്രം എന്താണ്? മിക്കവാറും കുറേ ആസനങ്ങളും ശാരീരികമായ പോസുകളുമൊക്കെയായിരിക്കും അല്ലേ? അങ്ങനെയാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ യോഗയുടെ യഥാർത്ഥ ഉത്ഭവം അതിനേക്കാൾ ഒരുപാട് ആഴത്തിലുള്ളൊരു കാര്യത്തിലാണ്. അപ്പോ ഈ കാണുന്ന ആളാണ് പതഞ്ജലി. യോഗയുടെ ശാസ്ത്രത്തെ യോഗസൂത്രങ്ങൾ എന്നൊരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ച മഹാനായ ഋഷി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട യോഗാഭ്യാസം ശരീരത്തിന്റെ ചലനങ്ങളിലായിരുന്നില്ല. അതെ, ശരിക്കുള്ള യോഗ നടക്കുന്നത് നമ്മുടെ തലയ്ക്കകത്താണ്, മനസ്സിലാണ്. പതഞ്ജലിയുടെ യോഗ എന്ന് പറയുന്നത് മനസ്സിനെ മനസ്സിലാക്കാനും അതിനെ വരുതിയിലാക്കാനുമുള്ള ഒരു സയന്റിഫിക് മെത്തേഡാണ്. അപ്പോ എന്തായിരുന്നു പതഞ്ജലി പരിഹരിക്കാൻ നോക്കിയ പ്രശ്നം? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു റിയാക്റ്റീവ് സ്വഭാവം. അതായത് ചുറ്റും എന്ത് കണ്ടാലും അതിനോട് ചിന്തിക്കാതെ ഓട്ടോമാറ്റിക്കായി പ്രതികരിക്കാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസി. ഇവിടെ ഒരു കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ വെറുമൊരു ഫിലോസഫി പുസ്തകമല്ല, അതൊരു പ്രാക്ടിക്കൽ മാനുവലാണ്. ഇങ്ങനെ ചിന്തിക്കണം, അങ്ങനെ വിശ്വസിക്കണം എന്നല്ല അതിൽ പറയുന്നത്. പകരം ഇങ്ങനെ ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്ന് കൃത്യമായി പറയുന്ന ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസാണ്. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പതഞ്ജലി രണ്ട് വാക്കുകൾ തമ്മിൽ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഒന്ന് പ്രവർത്തനം, രണ്ട് പ്രതികരണം. പ്രവർത്തനമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, നമ്മൾ ആലോചിച്ച് ബോധപൂർവം ചെയ്യുന്നതാണ്. എന്നാൽ പ്രതികരണമോ, അത് പുറത്തു നടക്കുന്ന കാര്യങ്ങളോടുള്ള ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ മാത്രം. സത്യം പറഞ്ഞാൽ നമ്മളിലെ ഭൂരിഭാഗം പേരും പ്രതികരണങ്ങളിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഈ അവസ്ഥയെപ്പറ്റി പറയാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു രൂപകം ഭയങ്കര രസമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മളൊരു രഥത്തിലിരിക്കുന്നു. ആ രഥം വലിക്കുന്നത് 5 കുതിരകളാണ്. ഈ 5 കുതിരകൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ്: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഓരോ കുതിരയും അതിനിഷ്ടമുള്ള ദിശയിലേക്ക് ഓടുകയാണ്. കണ്ണ് ഒരു കാഴ്ചയുടെ പിന്നാലെ, ചെവി ഒരു ശബ്ദത്തിന്റെ പിന്നാലെ. ഫലമെന്താ? ഒരു ലക്ഷ്യവുമില്ലാതെ എങ്ങോട്ടൊക്കെയോ പാഞ്ഞുപോകുന്ന ഒരു യാത്ര. ശരി, അപ്പോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? നമ്മുടെ മനസ്സിന്റെ ഈ കലബില എങ്ങനെ നിർത്താം? പതഞ്ജലി പറയുന്ന വഴികൾ എന്താണെന്ന് നോക്കാം. യോഗയുടെ ഏറ്റവും ഫേമസ് ആയൊരു ഡെഫിനിഷനാണിത്. യോഗഃ ചിത്തവൃത്തി നിരോധഃ. കേട്ടിട്ട് പേടിക്കണ്ട, നമുക്കിത് ഓരോ വാക്കായിട്ട് നോക്കാം. ചിത്തം എന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ്. വൃത്തി എന്നു പറഞ്ഞാൽ അതിലങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളും റിയാക്ഷൻസും. നിരോധ എന്നുവെച്ചാൽ അതിനെ ഒന്ന് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തുക. ഇവിടെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. യോഗ എന്നു പറഞ്ഞാല് മനസ്സിനെ മൊത്തത്തിൽ കാലിയാക്കുക, ശൂന്യമാക്കുക എന്നാണെന്ന്. പക്ഷെ അതല്ല കാര്യം. സത്യത്തിൽ അത് അസാധ്യവുമാണ്. പകരം മനസ്സിന്റെ ഈ ഓട്ടോമാറ്റിക് റിയാക്ഷൻ സ്വഭാവത്തെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥ പ്രവർത്തനങ്ങൾക്കൊരു സ്പേസ് കിട്ടുന്നത്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഇതെങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യും? വെറുതെ വിചാരിച്ച നടക്കോ? ഇല്ല. അതിന് പതഞ്ജലി 2 താക്കോലുകൾ തരുന്നുണ്ട്. ആ 2 താക്കോലുകളാണ് അഭ്യാസം, പിന്നെ വൈരാഗ്യം. അഭ്യാസം എന്ന് വെച്ചാൽ, സിമ്പിളായി പറഞ്ഞാൽ, തുടർച്ചയായ പ്രാക്ടീസ്. എന്തിനുള്ള പ്രാക്ടീസ്? സ്വയം നിരീക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമം. വൈരാഗ്യമോ, പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും പതിയെ നിർബന്ധിക്കാതെ അകന്നു നിൽക്കാനുള്ള കഴിവ്. അഭ്യാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കുറച്ചുകൂടി ഡീറ്റെയിലായി നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഒബ്സർവർ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഈ ഒബ്സർവർ നിങ്ങളെ തന്നെ, അതായത് പ്രവർത്തിക്കുന്ന നിങ്ങളെ വെറുതെ നോക്കിക്കാണുന്നു. ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പഴയ ഓട്ടോമാറ്റിക് റിയാക്ഷൻ എന്ന ശീലം പതുക്കെ മാറും. പകരം സ്വയം നിരീക്ഷിക്കുന്ന പുതിയ ശക്തമായ ഒരു ശീലമുണ്ടാകും. പക്ഷേ ഈ വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി നിർബന്ധിച്ചുണ്ടാക്കാൻ പറ്റുമോ? അതിനൊരു കിടിലൻ ഉദാഹരണമുണ്ട്. നന്നായി വിശന്നിരിക്കുന്നൊരു സ്റ്റുഡന്റിനോട് കണ്ണടച്ച് ധ്യാനിക്കാൻ പറയുന്നു. ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്നും പറയുന്നു. അവൻ കണ്ണടച്ചാൽ എന്ത് കാണും? തീർച്ചയായും വെണ്ണയും ജാമും തേച്ച ഒരു ബ്രെഡിന്റെ കഷ്ണം. അതായത് മനസ്സിനെ പട്ടിണിക്കിട്ടിട്ടൊരു കാര്യവുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ വൈരാഗ്യം പ്രാക്ടീസ് ചെയ്യുക? അതിനൊരു വഴിയുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക.
ആവശ്യങ്ങൾ ശരീരത്തിൻ്റേതാണ്. വിശക്കുമ്പോൾ ഭക്ഷണം, ക്ഷീണിക്കുമ്പോൾ ഉറക്കം, ഇതൊക്കെ ആവശ്യങ്ങളാണ്. അതിനൊരു ലിമിറ്റുണ്ട്. എന്നാൽ ആഗ്രഹങ്ങളോ? അത് മനസ്സിൻ്റേതാണ്. രുചിയുള്ള ഭക്ഷണം, ബ്രാൻഡഡ് വാച്ച്, പ്രശസ്തി, അതിനൊന്നും ഒരു അവസാനവുമില്ല. ആവശ്യങ്ങൾ നിറവേറ്റുക, ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടാതിരിക്കുക, അതാണ് വൈരാഗ്യത്തിലേക്കുള്ള വഴി. ഓക്കെ, അപ്പൊ ഈ അഭ്യാസവും വൈരാഗ്യവും ഒക്കെ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? പ്രതികരണങ്ങളിൽ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് യഥാർത്ഥ പ്രവർത്തനത്തിലേക്ക്, അതായത് ഒരു ആക്റ്റീവ് ലൈഫിലേക്ക് നമ്മൾ മാറുന്നു. നമ്മുടെ അവസ്ഥയെ 2 പോളുകളായിട്ട് കാണാം. ഒന്ന് നെഗറ്റീവ് പോൾ. അത് പുറത്തുനിന്നുള്ള സിഗ്നലുകളെ സ്വീകരിച്ചു മാത്രം ജീവിക്കുന്നു. ചുറ്റുമുള്ള ലോകമില്ലെങ്കിൽ അതിന് ജീവിതമില്ല. ഇതാണ് റിയാക്റ്റീവ് ലൈഫ്. മറ്റേത് പോസിറ്റീവ് പോൾ. അത് നമ്മുടെ ഉള്ളിലെ ബോധത്തിന്റെ കേന്ദ്രമാണ്. അവിടെ നിന്ന് പ്രകാശവും ഊർജവും പുറത്തേക്ക് പ്രസരിക്കുന്നു. ഇതാണ് ആക്റ്റീവ് ലൈഫ്. അപ്പോ സിംപിളായി പറഞ്ഞാല് യോഗയുടെ പ്രാക്ടീസ് നമ്മളെ ഒരു റിസീവർ എന്ന നിലയിൽ നിന്ന് ഒരു ട്രാൻസ്മിറ്ററാക്കി മാറ്റുന്നു. പുറം ലോകം പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയാവാതെ നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ യജമാനനാകുന്നു. അപ്പോ ഈ ഒരു ചർച്ചയുടെ അവസാനം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മനസ്സാകുന്ന രഥത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ആരാണിരിക്കുന്നത്? ആ 5 കുതിരകൾ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിന് വലിച്ചോണ്ടു പോവാണോ? അതോ ആ കുതിരകളുടെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലാണോ? നിങ്ങൾ ഡ്രൈവറാണോ അതോ വെറും ഒരു യാത്രക്കാരൻ മാത്രമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ.